താഴെയായി കിടക്കുന്ന വൈഭവിനെയാണ്. രാമൻ എൻ്റെ മോനെ നിനക്കിത് എന്ത് പറ്റി എന്ന നിലവിളിയോടെ അവൻ്റെ അടുക്കലേക്ക് ഓടി. വീണ വീഴ്ചയിൽ വൈഭവിൻ്റെ ഒടിഞ്ഞ കൈക്ക് വീണ്ടും പണി കിട്ടി. രാമൻ പുറത്തേക്കോടി നേഴ്സിനെ കൂട്ടി വന്നു. ഇതേ സമയം അവർക്കുള്ള ഫുഡും ഒരു കൈയിൽ പ്ലാസ്റ്ററുമായി വേച്ച് വരികയാണ് പ്രമീള. പ്രമീള അവിടെ കണ്ട കാഴ്ചയിൽ അവൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഒപ്പം രാമനെ വഴക്കു പറയുന്നുമുണ്ട്. അവൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തണമെന്ന് നിങ്ങളെല്ലാം തീരുമാനിക്കുമ്പോഴേ എല്ലാം ശകുനമാണ്. അവൾ രാശിയില്ലാത്തവളാ. അവളെ പെറ്റുകഴിഞ്ഞതും അവളുടെ തള്ള മരിച്ചു. കുറച്ചു കഴിഞ്ഞതും എൻ്റെ ആങ്ങളെയും അവൾ കൊന്നു. അവൾ എൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ മുതൽ തുടങ്ങിയ കഷ്ടകാലമാണ് എനിക്ക്. ഒരു ഒഴിയാബാധയാണവൾ. എൻ്റെ കൊച്ചിനെയും അവൾ കൊല്ലിക്കും. ഞാൻ ഇതൊക്കെ ആരോട് പറയും എൻ്റെ ദേവി. അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി. രാമൻ അവരോടായി പറഞ്ഞു, എൻ്റെ പ്രമീളെ നീ ഇതൊന്ന് നിർത്ത്. ഇതൊരു ഹോസ്പിറ്റലാണ്. അത് നീട്ടിയൊരു ആട്ടലായിരുന്നു. അയാൾ രണ്ടടി പിന്നിലേക്ക് പോയി. താനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കാനെന്നും പറഞ്ഞ് ഇവിടെ പെറ്റുകിടന്നത്. എന്നിട്ട് താൻ ആരെ വായി നോക്കാൻ പോയേക്കുമായിരുന്നോ? പ്രമീളയ്ക്ക് സകല നിയന്ത്രണങ്ങളും വിട്ടു. അവർ അവിടെ കിടന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഓഫീസിൽ ഇപ്പോൾ കീർത്തന നിർത്താൻ ഉദ്ദേശമില്ലായിരുന്നു. അവൾ ആമിയിരുന്ന് ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. സഖിയായിട്ട് വൈഗ കീർത്തനയുടെ അടുത്തേക്ക് ചെന്നു. അവളോടായി പറഞ്ഞു, കീർത്തന ഒരു 1 മിനിറ്റ് പുറത്തേക്കൊന്ന് വരാമോ? അത് കേട്ടതും കീർത്തന പുച്ഛം വാരി വിതറി വൈഗയോടൊപ്പം ചെന്നു. ആളുകളാരും വരാത്ത ഒരു കോർണറിലേക്കാണ് വൈഗ പോയത്. വൈഗ 4 സൈഡും ഒന്ന് നോക്കി ആ കോർണറിലേക്കായി ചെന്ന് നിന്നു. വൈഗ കൈ വീശി കീർത്തനയുടെ ചെകിട് പൊളിച്ചു. ഇനി മേലിൽ അവളെയോ എന്നെയോ പറ്റി വല്ലതും പറയാൻ തുടങ്ങുമ്പോൾ ഇത് ഓർക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തരാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പം പോകട്ടെ കീർത്തന. അതും പറഞ്ഞ് വൈഗ അവളെ തറപ്പിച്ച് നോക്കി മുന്നിലേക്ക് നടന്നു. കീർത്തന അടികിട്ടിയ കവിളൊന്നൊഴിഞ്ഞു. എന്നിട്ട് മനസ്സിലായി പറഞ്ഞു, നീ എന്നെ തല്ലിയല്ലേ, നിനക്കിതിനുള്ള പണി ഞാൻ തന്നിരിക്കും, നീ നോക്കിക്കോ. അതും പറഞ്ഞ് കീർത്തന മുന്നിലേക്ക് നടന്നു. വൈഗ ചെല്ലുമ്പോൾ ആമി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആമി ഓടി വന്ന് വൈഗയെ ഇറുകെ പുണർന്നു. ആമി പറഞ്ഞു, നല്ലത് കൊടുത്തോ നീ? ആ കൊടുത്തു, അവളുടെ കവിളിൽ തന്നെ. അത് കേട്ടതും ആമി മൂക്കിൽ വിരവെച്ച് വൈഗയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഐ കാൺട്ട് ബിലീവ് ദിസ്. എങ്കിൽ മോള് പോയി നോക്കിയിട്ട് വാ, എനിക്ക് വേറെ പണിയുണ്ട്. അതും പറഞ്ഞ് വൈഗ അവളുടെ സിസ്റ്റത്തിൻ്റെ അടുത്തേക്കായി കയറിയിരുന്നു. വർക്കിൽ മുഴുകി. അപ്പോഴാണ് ധ്രുവ് അവിടേക്ക് വരുന്നത്. എല്ലാവരും അവനെ വിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. വൈഗ ധ്രുവിനെ തന്നെ അങ്ങനെ നോക്കിയിരുന്നു. എന്നാൽ അവൻ അവളെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിച്ചില്ല. ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ധ്രുവ് കീർത്തനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. കീർത്തന, എന്നെ തന്നെയാണോ ധ്രുവ് നോക്കുന്നത്? എനിക്കിനി ചത്താ മതി. ദൈവമേ, ഇത്ര പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടോ? ആ വൈഗ ഇതെല്ലാം കാണട്ടെ എല്ലാം. അതും പറഞ്ഞ് കീർത്തന ധ്രുവിനെ തന്നെ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കിയിരുന്നു. വൈഗയും ആമിയും ധ്രുവിനെയും കീർത്തനയും മാറി മാറി നോക്കി. ധ്രുവ് കീർത്തനയോട് പറഞ്ഞു, കം ടു മൈ ക്യാബിൻ. അതും പറഞ്ഞ് ധ്രുവ് അകത്തേക്ക് കയറി. എന്നാൽ വൈഗയ്ക്ക് അവൻ്റെ അവഗണന അവളെ തളർത്തി. അവൾക്ക് ധ്രുവിനോട് ദേഷ്യവും സങ്കടവും വന്നു. അവൾ കീർത്തന പോയ വഴിയെ നോക്കിയിരുന്നു. ധ്രുവിൻ്റെ വിളിയിൽ സകലതും മറന്ന് അകത്തേക്ക് കയറിയ കീർത്തന കാണുന്നത് ധ്രുവ് വളരെയധികം ഗൗരവത്തോടെ തന്നെ തുറച്ചു നോക്കുന്നതാണ്. ധ്രുവ് അവൻ്റെ അടുക്കലെത്തിയ കീർത്തനെ ആകെ മൊത്തത്തിലൊന്ന് നോക്കി. നീ ഇവിടെ വരുന്നത് ജോലി ചെയ്യാനാണോ? ധ്രുവിൻ്റെ ആ ചോദ്യത്തിൽ കീർത്തന ഞെട്ടി. എന്തെല്ലാം ആശിച്ചു വന്ന കീർത്തന വല്ലാതെയായി. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെയായി. ഇനി നീ ആരെയും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതൊരു ലാസ്റ്റ് വാണിംഗ് ആയിരുന്നു. കീർത്തന അപമാനപാർത്ത തല കുനിഞ്ഞു. അവൾ ഓക്കെ എന്ന് തല ചലിപ്പിച്ച് പുറത്തേക്കിറങ്ങി. എന്നാൽ പുറത്തേക്കിറങ്ങിയ കീർത്തന മുഖത്തെ പരിഭ്രമമെല്ലാം മറച്ചു വെച്ച് മുഖത്തൊരു ചിരി എടുത്തണിഞ്ഞു. അതും കൂടി കണ്ടതും വൈഗയുടെ സകല നിയന്ത്രണങ്ങളും പോയി. അവൾ കീർത്തനയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും ആമി അവളെ തടഞ്ഞു. ധ്രുവ് തൻ്റെ ഫോണിലെ ക്യാമറയിൽ കൂടി എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവനൊരു ചിരിയോടെ വൈഗയുടെ മുഖം മാത്രം സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. എബി ഒന്നും മനസ്സിലാകാതെ അവനെയും അവൻ്റെ ചിരിയെയും കയ്യിലിരിക്കുന്ന ഫോണിലേക്കും മാറി മാറി നോക്കി. ഇവനിതെന്താ പറ്റിയത്? വെറുതെ ഒന്ന് ചിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇവൻ്റെ ചിരി ഒരു രക്ഷയില്ല. അല്ല, അതിലാണല്ലോ എല്ലാവരും വീഴുന്നത്. ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയ ധ്രുവ് കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന എബിയാണ്. ധ്രുവ് എബിയുടെ മുഖത്തേക്ക് നേരെ കൈവീശി. അല്ല മോനെ എബി, എന്നാ പകൽ കിനാവിലാണോ?
കേൾക്കേണ്ട താമസം. എബി നിവർന്നു നിന്നു. ആരാടാ തെണ്ടി കിനാവ് കാണുന്നത്? നീയല്ലേ വന്നപ്പോൾ മുതൽ ഫോണും പിടിച്ച് അവിടെ ഇരുന്നത്? അതിൽ നോക്കി സർവ്വതും മറന്നിരുന്നത് നീയല്ലേ? അവർ രണ്ടാളും അടിയും പിടിയുമായി ആ രണ്ട് സൈഡിലായിരുന്നു. ഇപ്പോൾ ഔട്ട് ഹൗസിൽ ഫുഡുമായി വന്നതാണ് മത്തായി. മത്തായിയെ കണ്ടതും പീറ്റർ അയാളോടായി ചോദിച്ചു, എവിടെ അഞ്ജു? അത് കേട്ടതും മത്തായി പീറ്ററിനെ ഒന്ന് ഇരുത്തി നോക്കി. എന്താണ്, അവൾ കൊണ്ട് വന്നാൽ മാത്രമേ കഴിക്കൂ എന്ന് വല്ലതുമുണ്ടോ? അത് കേട്ടതും പീറ്ററിന് വിറഞ്ഞു കയറി. ഡോ, തന്നോട് ഞാൻ അവൾ എവിടെ എന്നല്ലേ ചോദിച്ചത്? അതിനുള്ള ഉത്തരം തന്നാൽ മതി കേട്ടോ. അവൻ്റെ ഗാംഭീര്യമാർന്ന സ്വരം കേട്ടതും മത്തായിക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. മത്തായി വേഗം പറഞ്ഞു, അതേ, കൊച്ചിന് നല്ല സുഖമില്ല. അത് കേട്ടതും പീറ്ററിൻ്റെ മുഖത്ത് ആദ്യം നിറഞ്ഞു. അത് കണ്ടെന്നോണം മത്തായി പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല കേട്ടോ. അതവൾക്ക് വയറുവേദനയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? പീറ്റർ ചോദിച്ചു. അത് പറഞ്ഞ് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയ പീറ്ററിൻ്റെ പുറകിൽ നിന്ന് മത്തായി പറഞ്ഞു, ഡാ തടിയാ, നീ ഇതെവിടേക്കാ തള്ളിക്കയറി ചെല്ലുന്നത്? ആ കൊച്ചേ അവിടെ കിടക്കുക. ലക്ഷണം കണ്ടിട്ട് അതിന് മാസമുറയാണെന്നാണ് തോന്നുന്നത്. അത് കേട്ടതും പീറ്റർ സംശയത്തിൽ മത്തായിയെ നോക്കി. മത്തായി തുടർന്നു, നോക്കണ്ട, അവളുടെ പ്രായമുള്ള 4 പെൺമക്കളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്കിതൊക്കെ മനസ്സിലാകും. പറഞ്ഞു തീർന്നില്ല. അവൻ അടുക്കള ലക്ഷ്യം വെച്ച് പാഞ്ഞു. പുറകെ മത്തായിയും. അവൻ അകത്ത് കയറി മെയിൻ ഹാളും ഡൈനിങ് ഏരിയയും കഴിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് ചെന്നു. പതിയെ വിളിച്ചു, അഞ്ജു, മോളെ അഞ്ജു. പീറ്ററിൻ്റെ വിളി കേട്ടതും അഞ്ജുവിൻ്റെ ഞരക്കം അവിടെയായി ഉയർന്നു. അവൻ അവിടേക്ക് നോക്കിയതും അവിടെയുള്ള റൂമിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത്. പീറ്ററിൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവൾക്ക് വയ്യ എന്ന് കേട്ടതും തുടങ്ങിയ സമാധാനം ഇല്ലായ്മയാണ്. അവൻ പതിയെ ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറി. അവളുടെ ആ കിടത്തം അവൻ്റെ നെഞ്ചിൽ ഒരു നോവ് സൃഷ്ടിച്ചു. അവൻ അവളുടെ അടുത്തായി ഇരുന്നു. അവളുടെ തലയിലായി തഴുകി. കൊച്ചേ, വയ്യേ നിനക്ക്? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ടിച്ചായ, അവൾ പതിയെ പറഞ്ഞു. അവളുടെ സ്വരത്തിൽ നിന്നും അവന് മനസ്സിലായി. അവൻ പുറത്തേക്കിറങ്ങി ഫോണെടുത്ത് ആരോടെന്ന് ചോദിക്കും എന്നുള്ള സംശയത്തിലായി നിന്നു. ഒടുവിൽ അവൻ ചാറ്റ് ജിപിയോടായി ചോദിച്ചു.